ഇന്ന് ചോറിനും അപ്പത്തിനും കഴിക്കാൻ പറ്റിയ ഒരു നല്ല തക്കാളി ചമ്മന്തിയാണ് ഞാൻ തയ്യാറാക്കാനായി പോകുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. ഇതിനായിട്ട് ഞാൻ 4 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകി മുറിച്ചെടുത്തതാണിത്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വാളംപുളി ചേർത്ത് കൊടുക്കാം. ചെറുതായി മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഇതിലേക്കൊരു 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് എരിവ് കുറഞ്ഞതാണ്, അതാണ് ഞാൻ ഇത്ര ചേർക്കുന്നത്. എരിവുള്ളതാണെങ്കിൽ പകുതി ചേർത്താൽ മതി. അത് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ളത് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് വെള്ളം ചേർക്കാതെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇത് അരച്ചെടുത്തതാണിത്. നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളൊന്നുമില്ല. ഇത് മാറ്റി വെക്കാം. ഇനി ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ഒഴിച്ച് കൊടുക്കാം. ആ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കുറുകി വരട്ടെ. അതിൻ്റെ ആ തക്കാളിയുടെ പച്ചമണവും ആ മസാലയുടെ ചുവയൊക്കെ ഒന്ന് മാറി വരട്ടെ. അതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതാ പച്ചമണമൊക്കെ മാറി തക്കാളിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ഇനി വേറൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവ കുറച്ച് മതി. അതിലേക്ക് 6-7 വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരട്ടെ. അത് പകുതി മൂപ്പായി വരുമ്പോൾ അതിലേക്ക് ഒരു 4 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതാ തക്കാളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു തക്കാളി ചട്നിയാണ് കേട്ടോ ഇത്. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.